ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അങ്ങനെ സബിത നെടുമ്പൊരിക്കൽ വീട്ടിൽ നിന്ന് പഠിക്കാനായിട്ട് എറണാകുളത്തേക്ക് പോവുകയുണ്ടായി. അവിടെ വെച്ച് ഒരു പയ്യനുമായി ഇഷ്ടത്തിലാവുകയും അവൻ തന്നെ ചതിക്കുകയും തൻ്റെ പല ഫോട്ടോസും വീഡിയോസും ഫോണിലും സൈറ്റുകളിലൊക്കെ അപ്ലോഡ് ചെയ്ത് അതെല്ലാവരും കാണുകയും അറിയുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് ബബിത സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് ബബിതയെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ആ സൂയിസൈഡ് ശ്രമത്തിൽ നിന്ന് ബബിത ഒന്ന് കര കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലെ ക്രിട്ടിക്കൽ സ്റ്റേജൊക്കെ തരണം ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് ബബിത ഡിസ്ചാർജായി നെടുമ്പുരക്കൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. അവളുടെ കൂടെ അലീനയും ആ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട്. കാരണം ബബിത ആകെ ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോഴും അവൾ എന്തിനത് ചെയ്തു? തനിക്ക് നീ ഇത്രയും ആൾക്കാരില്ലേ, കുടുംബക്കാർ, അച്ഛനും അമ്മയും അനിയനും ഞാനും ഒക്കെ ഉണ്ടായിട്ട് നീ എന്തിനത് ചെയ്തു? അവളെ പുതിയ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഒരു ചേച്ചി എന്ന നിലയിൽ തൻ്റെ കടമയാണെന്ന് വിചാരിച്ച് ബബിതയുടെ കൂടെ എല്ലാവരുടെയും കൂടെ അലീന കൂടി നെടുമ്പുരക്കൽ വീട്ടിലേക്ക് വരുന്നുണ്ട്. പക്ഷെ അത് വൈജയന്തിക്ക് തീരെ ഇഷ്ടപ്പെടുന്ന കാര്യമായിരുന്നില്ല. എങ്ങനെയൊക്കെയോ വൈജയന്തി വാശി പിടിച്ചും തല്ലുണ്ടാക്കിയും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടൊക്കെയാണ് അലീനേനെ ആ വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചത്. പക്ഷെ അവൾ ഇതാ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നൊരു മനോവിഷമവും ദേഷ്യവും അമർഷവും ഒക്കെ കടിച്ചമർത്തിയിട്ടാണ് അലീന വീട്ടിലേക്ക് വരുമ്പോൾ വൈജയന്തി അവിടെ നിൽക്കുന്നത് കേട്ടോ. അവിടെ അലീനയോടുള്ളതിനേക്കാൾ കൂടുതൽ ദേഷ്യം ബബിതയോടായിരിക്കും കേട്ടോ. കാരണം തൻ്റെ കുടുംബത്തിൻ്റെ മാനം, താൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു പോകണമെന്ന് വിചാരിക്കുമ്പോൾ തൻ്റെ മക്കളായിട്ട് തൻ്റെ മാനവും അഭിമാനവും ഒക്കെ തകർക്കുകയാണ്. തൻ്റെ കുടുംബത്തിൻ്റെ പേരും ഒക്കെ ഇല്ലാണ്ടാക്കുകയാണ്. ആര് രോഹിത്തായിരുന്നു, അവൻ പിന്നെ തെറ്റ് ചെയ്തിട്ടില്ല, അവൻ കുറ്റക്കാരനല്ല എന്ന് കോടതി തന്നെ വിധിച്ചതിനെ തുടർന്ന് ആ ഒരു പേര് ദോഷം മാറിക്കിട്ടി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും ഇവളായിട്ട് അടുത്ത പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്നൊരു മനോഭാവമായിരുന്നു കേട്ടോ വൈജയന്തിയുടെ മനസ്സിൽ മുഴുവൻ. അത് ബബിത കയറി ആ വീട്ടിലേക്ക് വരുന്ന ആ സമയത്ത് തന്നെ ബബിതയുടെ എല്ലാ അമർഷവും വൈജയന്തി തീർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സ് തകർന്നിട്ടാണ് അവൾ വരുന്നത്, ആകെ മെൻ്റലി അവൾ ഡൗൺ ആണ് എന്നൊന്നും മനസ്സിലാക്കാതെ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ബബിതയെ അപമാനിക്കുകയും ചീത്ത പറയുകയും എല്ലാം വൈജയന്തി ചെയ്യുന്നുണ്ട്. എന്തിനാടി നീ ഇങ്ങോട്ട് വന്നത്? എല്ലാവരുടെയും നാണം കെടുത്തി എല്ലാവരെയും അപമാനിച്ച് കഴിഞ്ഞെങ്കിൽ നിനക്ക് മതിയായില്ലേ? ഇങ്ങനെ ഒരു അമ്മയും അച്ഛനും ഇങ്ങനെ ഒരു അനിയനൊക്കെ നിനക്കുണ്ട്, ചേട്ടനൊക്കെ നിനക്കുണ്ട് എന്ന് നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതവന്മാരുടെ കൂടെ പോയി അഴിഞ്ഞാടിയിട്ട് ഇപ്പോൾ അവൾ മരിക്കാൻ ശ്രമിച്ചിരിക്കുകയത്രേ. നീ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ അപമാനവും തീരുന്നാണോ നീ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്? നീ പോയാൽ നിനക്കൊന്നും അറിയണ്ടല്ലോ, നിനക്ക് നിന്റെ കാര്യം നോക്കി നിനക്ക് പോയാൽ മതിയല്ലോ. ബാക്കി അനുഭവിക്കേണ്ടത് ഞങ്ങൾ കുറേ പേരാണല്ലോ. ഇതിനാണോ ഇവിടെ നിന്നെ പഠിക്കാൻ വിട്ടത്? ഇത്രയും കാശ് ചെലവാക്കി നിന്നെ പഠിപ്പിക്കാൻ വിട്ടത് കണ്ടവന്മാരുടെ കൂടെ അഴിഞ്ഞാടി നടക്കാനായിരുന്നു? നിനക്ക് എന്തെങ്കിലും കൂസലുണ്ടോ? എന്തൊക്കെയാണ് നീ കാണിച്ചു വെച്ചിരിക്കുന്നത്? ഒരു പെണ്ണായിട്ടല്ലേ നീ ജനിച്ച്? ആ ഒരു പെണ്ണായിട്ട് ജീവിച്ചൂടെ? ഒരു പെണ്ണിന് കുറച്ച് അടക്കം ഒതുക്കൊക്കെ വേണം. നിനക്കതൊന്നും അറിയില്ലേ? നീയൊക്കെ ഏത് സമയത്താണ് എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചു പോയത് എന്നൊക്കെ പറഞ്ഞ് ബബിതയെ ആകെ തളർക്കുന്ന രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ബബിത പൊട്ടി കരയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അലീന ചേർത്ത് നിർത്തുന്നുണ്ട്. അലീനയ്ക്കൊന്നും പറയാനുള്ള വോയിസ് ഇല്ല അവിടെ. ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അവളൊന്നും വന്ന് കയറിയിട്ടല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നീ തുടങ്ങിയോ? നിങ്ങൾ വളം വെച്ച് കൊടുത്തോ? നിങ്ങൾ വളം വെച്ചിട്ടാണല്ലോ ഇപ്പം 3 നിലയ്ക്ക് എത്തിയിരിക്കുന്നത്. നിങ്ങൾ എന്താ ചെയ്തോളൂ, ഞാനൊന്നും പറയാൻ പോകുന്നില്ല. പക്ഷെ എൻ്റെ കൂടി മകളാണ് അവൾ. എനിക്ക് സമൂഹത്തിൽ കൂടെ തലയുയർത്തിപ്പിടിച്ച് നടക്കണം. അതിന് ഈ മക്കളൊക്കെ ഒരു സാഹചര്യം ഉണ്ടാക്കി തരുമോ? എനിക്കൊന്നും അറിയുന്നില്ലേ. എന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ എന്തായാലും പറയാനുള്ളത് പറയും. ഈ വൈജയന്തി ഒരിടത്തും വായടച്ച് നിൽക്കില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും. ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയതിൻ്റെ ലക്ഷണങ്ങൾ ഇതൊക്കെ കാണുന്നത്. അപ്പോൾ ഒരു പിഴച്ചവൾ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എല്ലാവരെയും നോക്കാൻ. അവളായിരുന്നല്ലോ എല്ലാവരെയും നോക്കിയിരുന്നത്. അതിൻ്റെ കോലപ്പം കാണാനും ഉണ്ടല്ലോ. അപ്പോൾ ബാലചന്ദ്രൻ ഒന്നും മിണ്ടാതെ മുകളിലേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. അലീന ബബിതയും കൂട്ടി റൂമിലേക്കും പോകുന്നുണ്ട്. പക്ഷെ വൈജയന്തി ഒന്നും കൂസാക്കാതെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിത്തിന് ദേഷ്യം വരുന്നുണ്ട്. അമ്മയൊന്ന് നിർത്തൂ, അവൾ ഇങ്ങനത്തെ സ്റ്റേജിലാണ് ഇവിടെ എത്തിപ്പെട്ടതെന്ന് അമ്മയ്ക്കറിയാലോ. തിരിച്ചു കിട്ടിയല്ലോ ആ ജീവൻ എന്നല്ലേ വിചാരിക്കേണ്ടത്? അമ്മയുടെ മകളല്ലേ അവൾ. അവൾക്കൊരു തെറ്റ് പറ്റിയെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടത് അമ്മയല്ലേ, അല്ലാതെ അവളെ കുറ്റം പറയും അതിൻ്റെ പേരിൽ അമ്മയുടെ മനസ്സിലുള്ളതെല്ലാം അവളുടെ മുന്നിൽ തീർക്കുകയല്ല വേണ്ടത്. അവളെ ശാസിക്കാം, പക്ഷെ അതിനൊക്കെ ഒരു സമയമുണ്ട്. ഇപ്പോൾ അവൾ നോർമൽ അല്ല അമ്മേ. അതെന്താ അമ്മയ്ക്ക് മനസ്സിലാവാത്തത്? ഇത്രയൊക്കെ വിദ്യാഭ്യാസമല്ലേ നിങ്ങൾക്ക്? എന്നിട്ട് ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം, സാമാന്യ ബോധം നിങ്ങൾക്ക് ഇല്ലാണ്ടായി പോയോ? എന്താ ഞാൻ മനസ്സിലാക്കേണ്ടത്?
അവളുടെ വീഡിയോ ഒക്കെ നീയും കണ്ടു കാണുമല്ലോ. അത് കണ്ടിട്ട് ഞാൻ ഇനി അവളോട് എങ്ങനെ പെരുമാറണമെന്ന് നീ പറയുന്നത്? ശരി അമ്മേ, അവൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. അവളുടെ പ്രായം അതാണ്. അത് മനസ്സിലാക്കി അവളെ നേർവഴിക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പിന്നെ കുത്തുവാക്കുകൾ പറഞ്ഞ് അവളെ ആ വഴിക്ക് തന്നെ അവൾക്ക് ആ വഴിക്ക് തന്നെ പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുകയല്ല. അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൾ വീണ്ടും ആത്മഹത്യക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇനി അവൾ നമ്മൾക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അമ്മ പറഞ്ഞ വാക്കുകൾ തിരിച്ചെടുത്തു കഴിഞ്ഞാൽ അവളുടെ ജീവൻ നമുക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. അവളുടെ കൂടെ എന്തിനും ഏതിനും നമ്മളുണ്ടെന്ന് തോന്നലാണ് അവൾക്ക് വരുന്നത്. ആ ശക്തിയാണ് അവൾക്ക് പകർന്നു കൊടുക്കേണ്ടത്. അല്ലാതെ എന്തിനും ഏതിനും അവളുടെ മേത്ത് കുതിര കയറുകയല്ല വേണ്ടത്. ഓ, നിനക്കൊക്കെ അവളിപ്പോ പുണ്യവതിയായിരിക്കും. ഈ നാട്ടില് എനിക്ക് കുറച്ച് അഭിമാന വിലയൊക്കെ ഉണ്ട്. എൻ്റെ കുടുംബത്തിലൊന്നും ഞാൻ ഇതുവരെ ഒരാളുടെ മുന്നിൽ തല കുനിച്ച് നിന്നിട്ടില്ല. അതിനുള്ള ഇടം നിങ്ങളാണ് വരുത്തിയത്. നിങ്ങളും നിന്റെ അച്ഛനും എൻ്റെ 3 മക്കളും. എന്നിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ലേ? അതിന് നിങ്ങളതിന് തൊഴുക വേണ്ടത്. ഓ, തൊഴുകണോ? തൊഴുതു തരാം എന്നും പറഞ്ഞ് രോഹിത് കൈകൂപ്പി തൊഴുകുന്നുണ്ട്. അമ്മയൊന്നും മിണ്ടാതിരിക്കുമോ കുറച്ചു നേരം? അവളെ അലീന ചേച്ചി ശരിയാക്കി എടുത്തോളൂ. അമ്മ അതോർത്ത് ടെൻഷൻ ആവണ്ട. ഓ, അവളെയും കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഓരോ കാരണങ്ങൾ വരാൻ. ഇത്രയും ദിവസം നിങ്ങളുടെ കൂടെ അവളും ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും നേരായോ? ഇല്ലല്ലോ. ഇനിയിപ്പോ ഇത് ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ചീത്തയാവല്ലേ ചെയ്തത്. എന്നിട്ടിപ്പോ എന്നെ പറയാൻ വന്നിരിക്കുന്നു. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ബബിത ഇങ്ങനെയൊന്നും ആവില്ലായിരുന്നു. അപ്പൊ എന്നല്ലല്ലോ ആർക്കും വേണ്ടിയിരുന്നത്, അവളെ ആയിരുന്നല്ലോ. അവളെ ആരോ പിഴച്ച് പ്രസവിച്ചതാ. അവളെ പോലെ എല്ലാവരും പിഴച്ച് പ്രസവിച്ചോട്ടെ. അതിനുള്ള വഴികളാണല്ലോ എല്ലാവരും നോക്കുന്നത്. ഒന്ന് നിർത്തും അമ്മേ, അമ്മയുടെ വായിന്ന് ഇതല്ലാതെ വേറെ ഒന്നും വരില്ലേ ഈ പിഴച്ച് വർത്താനല്ലാതെ. ഈ പറയുന്ന അമ്മ പിഴച്ചിട്ടൊന്നുമില്ല. അമ്മയ്ക്ക് പറ്റിയ അതേ തെറ്റ് തന്നെ ബബിതയ്ക്കും പറ്റിയിട്ടുള്ളൂ. അമ്മയ്ക്ക് ആ പ്രായത്തിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ പ്രായത്തിൽ ബബിതയ്ക്ക് സംഭവിച്ചിട്ടുള്ളൂ. അമ്മ പല രീതിയിലും പോയിട്ടുണ്ടായിരിക്കും. ആ തെറ്റുകളെ ഇപ്പോൾ ബബിത ആവർത്തിക്കുന്നുള്ളൂ. അന്ന് അമ്മയുടെ വീട്ടുകാർ അമ്മയുടെ കൂടെ നിന്നു. ഇന്ന് നമ്മളും ബബിതയുടെ കൂടെ നിൽക്കണം. ഇത്രയും രോഹിത് പറഞ്ഞു തീർത്തപ്പോഴേക്കും വൈജയന്തി ആകെ ഇല്ലാണ്ടാവുന്നുണ്ട് കേട്ടോ. രോഹിത് ആ ദേഷ്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതാണ്. രോഹിത് എന്താണ് പറഞ്ഞതെന്ന് രോഹിത്തിന് പിന്നീട് അറിയുന്നില്ല. അപ്പൊ രോഹിത് ആകെ അന്താളിച്ച് പോയിട്ടോ. അമ്മയോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് രോഹിത് പിന്നെ ഓർക്കുന്നുണ്ട്. എന്താണ് നീ പറഞ്ഞത്? അമ്മ, എനിക്ക് അമ്മയോട് കൂടുതലൊന്നും സംസാരിക്കാനില്ല. അമ്മ ബബിതയുടെ പ്രായത്തിൽ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരിക്കാം. തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല അമ്മ. ആ തെറ്റുകൾ ബബിതയുടെ പ്രായത്തിൽ ബബിതയ്ക്കും ചെയ്യേണ്ടി വന്നു. അവൾക്ക് പറ്റിപ്പോയ തെറ്റാണ്. പലരുടെയും ട്രാപ്പിൽ അവൾ വീണു പോയതാണ്. ഒരാളെ അവൾ വിശ്വസിച്ചു. അവളുടെ കാമുകനെ അവൾ വല്ലാണ്ട് വിശ്വസിച്ചു പോയി. പക്ഷെ അവളെ ചതിച്ചു. അമ്മയെ ഈ പ്രായത്തിൽ പലരെയും സ്നേഹിച്ചിട്ടുണ്ടായിരിക്കാം. അമ്മയ്ക്കും കാമുകന്മാരുണ്ടായിട്ടുണ്ടായിരിക്കാം. അവരും പല രീതിയിൽ അമ്മേനെ ഉപയോഗപ്പെടുത്തി അവർ ചതിച്ചു എന്നൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അതൊന്നും ഞാൻ ചെയ്യാൻ വരുന്നില്ല. ബബിത നമ്മുടെ കുടുംബത്തിലുള്ള കുട്ടിയാണ്, എൻ്റെ അനിയത്തിയാണ്. അവളെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അതുപോലെ അമ്മയുടെ മകൾ കൂടിയാണ് അവൾ. അവൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ അവൾ ചെയ്ത തെറ്റുകളായി കണ്ട് അവളെ ശാസിക്കാം. പക്ഷെ അതിനൊക്കെ സമയമുണ്ട്. ഇപ്പം അവൾക്ക് വേണ്ടത് മനസ്സിൻ്റെ ഒരു ബലമാണ്. അവളുടെ കൂടെ എന്തിനും ഏതിനും അവളുടെ അച്ഛനും അമ്മയും ഉണ്ടാവും എന്നുള്ളൊരു തോന്നലാണ്. അതാണ് ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാതെ ഈ കുറ്റം കുറവും കണ്ടുപിടിച്ച് വീണ്ടും വീണ്ടും കുത്തി അത് തന്നെ പറഞ്ഞിട്ട് അവരെ മനസ്സങ്ങോട്ട് നശിപ്പിക്കുകയല്ല. അവളിനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നുള്ള തോന്നൽ അവളുടെ മനസ്സിൽ ഉണ്ടാക്കുകയല്ല വേണ്ടത്. എന്തൊക്കെ ആയിക്കോട്ടെ, നിനക്ക് പറ്റിയ തെറ്റ് അത് ഞങ്ങൾ ക്ഷമിച്ചു എന്ന് അവളുടെ മനസ്സിലൊരു തോന്നലാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതെങ്ങനെ? താനാണ് വലുത്, തനിക്കൊരു തെറ്റ് സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ അഹങ്കരിച്ച് നടക്കുന്ന അമ്മയടുത്തൊന്നും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്കൊന്നും മനസ്സിലാവേയില്ല. ഞാൻ പോട്ടെ. പിന്നെ അലീന ചേച്ചി 2-3 ദിവസം ഇവിടെ കാണും. ഇനി അലീന ചേച്ചിയുടെ മേത്ത് കുതിര കയറാൻ അമ്മ പോവണ്ട. ബബിതയുടെ കാര്യങ്ങളൊക്കെ അലീന ചേച്ചി നോക്കിക്കോളും. മനസ്സിലായോ? ഓ, മനസ്സിലായി. നിങ്ങൾക്കൊക്കെ അവൾ മതിയല്ലോ. അവൾ ഈ വീട്ടിൽ വേണോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് ഞാനാണ്. ഞാൻ എത്ര ശ്രമിച്ചിട്ടാണ് അവൾ ഈ വീട്ടിൽ നിന്ന് പോയതെന്ന് അറിയാലോ. ഇനി അവൾ ഇവിടെ തുടരാനാണ് ശ്രമമെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവും. ആയിക്കോ, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ എന്താച്ചാ ആയിക്കോ. ഇപ്പോൾ ബബിതയ്ക്ക് നല്ലൊരു ചേച്ചിയുടെ സ്നേഹവും ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ്. അതിന് അലീന ചേച്ചി ഇവിടെ നിന്നേ മതിയാവും. അതുകൊണ്ട് അമ്മ പോവുകയാണെന്ന് വെച്ചാൽ അത് അമ്മയുടെ ഇഷ്ടം പോലെ എന്താച്ചാ അമ്മ ചെയ്തോളൂ എന്ന് പറഞ്ഞ് രോഹിത് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ വൈജയന്തി ആകെ ഇല്ലാണ്ടായി പോവാണ്. പക്ഷെ രോഹിത്തിൻ്റെ പല സമയത്തുള്ള സംസാരങ്ങൾ വൈജയന്തിക്ക് പല സംശയങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. രോഹിത്തിന് തൻ്റെ ഭൂതകാലത്തെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമോ? അവൻ എന്താണ് ഇടയ്ക്കിടയ്ക്ക് തന്നെ കുത്തി പറയുന്നത് പോലെ ഇപ്പോഴും പറഞ്ഞു. ബബിതയ്ക്ക് പറ്റിയ തെറ്റ് അമ്മ ബബിതയുടെ പ്രായത്തിലാവുമ്പോൾ അമ്മയ്ക്ക് പറ്റിയ തെറ്റേ ബബിതയ്ക്കും പറ്റിയിട്ടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ തനിക്ക് എന്തൊക്കെയോ തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, തൻ്റെ ജീവിതത്തിൽ പല താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ രോഹിത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തൊക്കെയോ മനസ്സിൽ വെച്ചിട്ടാണ് അവൻ സംസാരിക്കുന്നത് എന്ന് വൈജയന്തിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിലേക്ക് കൂടുതൽ ചിന്തിക്കാനോ അത് അന്വേഷിക്കാനോ വൈജയന്തി പോകുന്നില്ല.
കാരണം അത് തനിക്ക് തന്നെ ട്രാപ്പായിട്ട് മാറരുത് എന്നൊരു തോന്നൽ വൈജയന്തിക്കുള്ളതുകൊണ്ട് തന്നെ വൈജയന്തി ഒന്നിലേക്കും കൂടുതൽ കടക്കുന്നില്ല കേട്ടോ. പിന്നീട് ദേഷ്യം വന്ന വൈജയന്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. കാരണം അലീന ബബിതയെ ശുശ്രൂഷിക്കാൻ ആ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ വൈജയന്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന സീൻസൊക്കെ വരാൻ പോകുന്നുണ്ട്. വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്